സെമി കണ്ടക്ടർ കുതിപ്പിൽ ഭാരതം 4 സെമി കണ്ടക്ടർ പ്രോജക്ടുകൾക്ക് കൂടി കേന്ദ്രമന്ത്രിസഭയുടെ അനുമതി. 4594 കോടി രൂപയുടെ പദ്ധതിക്കാണ് അനുമതി നൽകുന്നതെന്ന് കേന്ദ്ര IT മന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു. ഒഡീഷ, ആന്ധ്ര, പഞ്ചാബ് എന്നീ സംസ്ഥാനങ്ങളിലാകും പദ്ധതി നടപ്പിലാക്കുക. ഇതിനു പുറമെ 5801 കോടി രൂപയുടെ ലഖ്നൗ മെട്രോ റെയിൽ പദ്ധതിക്കും അനുമതിയായി. पहला है 4 नए सेमीकंडक्टर प्रोजेक्ट्स. आप सब जानते हैं 6 प्रोजेक्ट्स ऑलरेडी अप्रूव्ड हैं, उसमें 4 और नए सेमीकंडक्टर प्रोजेक्ट्स आज जुड़े हैं. ओडिशा में, पंजाब में और आंध्र प्रदेश में 4594 4594 करोड़ रुपीस के इन्वेस्टमेंट से. വാർത്തയുടെ വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട്. ജിഷ്ണു, ഭാരതത്തെ വൻ കുതിപ്പിലേക്ക് നയിക്കുന്ന തീരുമാനങ്ങളാണ് ഇന്ന് കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടായിരിക്കുന്നത്. വിവരങ്ങൾ. നീലിമ, രാജ്യത്ത് സെമി കണ്ടക്ടർ നിർമ്മാണം വർദ്ധിപ്പിക്കുന്നതിനാണ്, അതിന്റെ ഭാഗമായിട്ടാണ് സെമി കണ്ടക്ടർ നിർമ്മാണ ശാലകൾക്ക് കൂടുതൽ അനുമതി ഇപ്പോൾ കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയിട്ടുള്ളത്. നേരത്തെ IT മന്ത്രിയായിരിക്കെ രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ, നിലവിൽ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ രാജ്യത്ത് സെമി കണ്ടക്ടർ നിർമ്മാണ യൂണിറ്റുകൾ കൂടുതൽ കൊണ്ടുവരേണ്ടതിന്റെ ആവശ്യകത സംബന്ധിച്ചും അത്തരം യൂണിറ്റുകൾ കൂടുതൽ ആരംഭിക്കേണ്ടത് സംബന്ധിച്ചും കൃത്യമായിട്ടുള്ള റിപ്പോർട്ടുകൾ കേന്ദ്ര സർക്കാരിന് നൽകിയിരുന്നു. നിലവിൽ 4 പുതിയ യൂണിറ്റുകൾ, അത് 4594 കോടി രൂപയുടെ ബജറ്റിൽ ഒഡീഷ, പഞ്ചാബ്, ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിലായി 4 സെമി കണ്ടക്ടർ നിർമ്മാണ യൂണിറ്റുകൾ ആരംഭിക്കാനാണ് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയിട്ടുള്ളത്. ഇലക്ട്രോണിക് മേഖലയിൽ ഭാരതത്തിന്റെ കുതിച്ചുചാട്ടത്തിന് സെമി കണ്ടക്ടർ നിർമ്മാണ യൂണിറ്റുകൾ കരുത്തു പകരും എന്ന കാര്യത്തിൽ സംശയമില്ല. കൂടാതെ മറ്റു ചില തീരുമാനങ്ങൾ കേന്ദ്ര മന്ത്രിസഭാ യോഗം കൈക്കൊണ്ടിട്ടുള്ളത്. ഒന്ന്, ലക്നൗ മെട്രോ വികസനവുമായി ബന്ധപ്പെട്ട മെട്രോ വികസനത്തിന്റെയും ഫേസ് 1B ബന്ധപ്പെട്ട് 12 മെട്രോ സ്റ്റേഷനുകൾ അടങ്ങുന്ന പുതിയ ലൈനിന്റെ നിർമ്മാണത്തിന് വേണ്ടി 5801 കോടി രൂപയുടെ പദ്ധതിക്ക് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയിട്ടുണ്ട്. കൂടാതെ ഊർജ്ജ മേഖലയിൽ വലിയ പദ്ധതികൾക്കാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ആലോചന നടത്തിയിട്ടുള്ളത്. 18541 കോടി രൂപയുടെ പദ്ധതികൾക്ക് ഊർജ്ജ മേഖലയിൽ മാത്രം കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയിട്ടുണ്ട്. രാജ്യത്ത് ഊർജ്ജ ഉൽപാദനവും ഒപ്പം ഊർജ്ജത്തിന്റെ ലഭ്യതയും ഉറപ്പാക്കുക എന്നുള്ളത് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യമാണ് എന്ന് മന്ത്രിസഭാ യോഗത്തിന് ശേഷം കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഊർജ്ജ മേഖലയിൽ 8146 കോടിയുടെ നിക്ഷേപം ഉറപ്പാക്കും. കൂടാതെ 7000 മെഗാവാട്ട് ഡാറ്റ പദ്ധതിയുടെ ജലവൈദ്യുത പദ്ധതി, അതുമായി ബന്ധപ്പെട്ടും പുതിയ പദ്ധതിക്ക് മന്ത്രിസഭ അംഗീകാരം നൽകിയിട്ടുണ്ട്. അത്തരത്തിൽ ഊർജ്ജ മേഖലയിൽ 18541 കോടിയുടെ പുതിയ പദ്ധതികൾ, കൂടാതെ 4 സെമി കണ്ടക്ടർ നിർമ്മാണ യൂണിറ്റുകൾ, കൂടാതെ ലക്നൗ മെട്രോ വികസനത്തിനു വേണ്ടി 5801 കോടി രൂപയുടെ പദ്ധതി തുടങ്ങിയ പ്രധാനപ്പെട്ട തീരുമാനങ്ങളാണ് ഇന്ന് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്നിട്ടുള്ള കേന്ദ്ര മന്ത്രിസഭാ യോഗം കൈക്കൊണ്ടത്. നീലിമ. ശരി, ജിഷ്ണുവാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.